എടാ, നാട്ടുകാരാ നിന്നെ തെരഞ്ഞെടുത്തത്. നീ ഒരു അഭിപ്രായം പറഞ്ഞ് പിണങ്ങിപ്പോയാൽ അത് അവരോട് കാണിക്കുന്ന നിന്നയാവും. പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചോണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി അഭിപ്രായം പറയിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ നീ പറ. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഭൂരിപക്ഷത്തിന് ശരിയായി ഈ നാട് ഭരിക്കുന്നത് പഞ്ചായത്തും. ഭൂരിപക്ഷത്തിന്റെ ശരിയോ? കുരിശടിയുടെയും പള്ളിയുടെയും അമ്പലത്തിന്റെയും പേര് പറഞ്ഞ് നാട്ടുകാർ തമ്മിൽ തെറ്റിക്കുന്നതാണോ ഭൂരിപക്ഷം? അച്ഛാ ഭാനുവേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എപ്പോ? ആര് പറഞ്ഞു? ദേ ഇപ്പൊ സാറ് വന്ന് പറഞ്ഞേച്ചു പോയി. ഞാനൊന്ന് പോയേച്ചു വരട്ടെ. എങ്ങോട്ടാ മോളെ? എങ്ങോട്ടാ നീ പോന്നേ? ഭാനുവേട്ടൻ വന്നിട്ടുണ്ടമ്മേ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാനും വരാം. വേണ്ടമ്മേ, അച്ഛൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അവള് പോയിട്ട് വരട്ടെ സാവിത്രി. വെച്ച് നീട്ടാതെ അവരുടെ കല്യാണം വേഗം അങ്ങ് നടത്തണം. അമ്മാവ, ഭാനുവേട്ടൻ വന്നിട്ടുണ്ടല്ലേ? അപ്പച്ചേ, യാത്രാക്ഷീണം മാറ്റുവാനായിട്ടാണോ ആറ്ററമ്പിൽ വന്ന് കുത്തിയിരിക്കുന്നത്? നീ എപ്പോ വന്നു? സാറപ്പ വന്നു. അമ്മാവൻ എങ്ങനെയുണ്ട്? അമ്മാവൻ അങ്ങനെ തന്നെ ഉണ്ട്. അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുക, അവിടെ കൽക്കട്ടയിൽ ഇല്ലന്റിനും കാടിനൊക്കെ വലിയ വില കൂടുതലാണോ, അതോ കാശില്ലാഞ്ഞിട്ടാണോ? ഭാനു വിക്രമ കൈമൾ അദ്ദേഹത്തിന് എത്ര എഴുത്തയച്ചു ഞാൻ ഭാനുവേട്ടാ, ഒരു വരെയെങ്കിലും തിരിച്ചെഴുതുക. മോനെ, നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ അമ്മാവനോട് പറഞ്ഞേക്ക്. ഓ പറയാവേ, ഒന്നും മിനിങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലേ അപ്പച്ചി? അപ്പച്ചിക്ക് എന്നാ എത്ര ഗൗരവം? കൽക്കട്ടേന്ന് മോൻ വന്നതിന്റെ ആണോ? വേറെ ആലോചന വന്നിട്ടുണ്ടെന്നോ? എന്നതാ നിങ്ങൾ പറയുന്നേ? ഭാനുവിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നല്ലേ? അത് അന്നങ്ങനെയൊന്ന് പറഞ്ഞു പോയെന്നല്ലേ ഉള്ളൂ. പറഞ്ഞു പോയെന്നോ? പിന്നല്ലാതെ. മോതിരം മാറ്റം വല്ലതും നടത്തിയോ നമ്മള്? മോതിരം മാറ്റമോ? ഇങ്ങനെയൊന്നും പറയരുത്. പാർവതിയെ ഭാനുവിനെ കൊണ്ട് കെട്ടിക്കണം വളയാ. അവക്ക് ഈ കരന്ന് വേറെ ആരെങ്കിലും നമുക്ക് ആലോചിക്കാം. വേറെ ആരെങ്കിലും ആലോചിക്കാവുന്നു? വല്യേട്ടനൊന്നും ഓർത്തേ, കൽക്കട്ടയില അവന്റെ ഉദ്യോഗം. അവിടത്തെ രീതിക്കൊക്കെ ചേർന്ന ഒരു പെണ്ണ് വേണ്ടായോ അവന്? ഈ വെള്ളക്കുഴി നിവളെ കെട്ടിക്കൊണ്ടുപോയാ മതിയോ? ഭാഗീരഥി, എന്റെ മോളെ പറ്റിയാണോ നീ പറയുന്നത്? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ആവശ്യമില്ലാത്ത ആരുടെയും തലയിൽ എന്നെ കെട്ടിവെക്കണ്ട. കേറി പൊടിയാത്ത നെറികേടാ വക്കീലത്തെ ഈ കാണിക്കുന്നത്. തന്നോട് ചോദിച്ചില്ല. തനിക്കെന്നാ കാര്യം ഇവിടെ? ഈ വീട്ടിൽ പാപ്പയ്ക്ക് എന്നാ കാര്യമെന്ന് വക്കീലിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഏമോന്റെ പെങ്ങളാണെന്ന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞമ്മ ഇത് എന്നോട് ചോദിക്കില്ലായിരുന്നു. പാപ്പി, പറഞ്ഞു മുഷിയണ്ട. നിങ്ങൾ ചെല്ലേ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അളിയൻ തെറ്റിദ്ധരിക്കരുത്. ശരിയായി തന്നെ ധരിച്ചു. എന്നതാ കുഞ്ഞ ഞാനീ കേൾക്കുന്നേ? കുഞ്ഞു വരെ കെട്ടാൻ പോവാണോ? കുഞ്ഞു പാർവതി കുഞ്ഞിനെ കെട്ടിയില്ലെങ്കിൽ ആ വീട് തകർന്നു പോകും. ഈ ഒരൊറ്റ പ്രതീക്ഷയിലാ ആ കുടുംബം കഴിയുന്നത്. ആയിരപ്പുറ പടം മുക്കാലും പാട്ടക്കാരുടെ കയ്യിലാ. ഒരു ഒറ്റ മണി നെല്ല് പാട്ടം കിട്ടാനില്ല. കുഞ്ഞിന്റെ അച്ഛൻ വക്കീൽ തന്നെ ഇടനിലക്കാരൻ. നല്ല ഞെരുക്കത്തിലും ഒന്നും മിണ്ടാതെ അവരൊക്കെ സഹിച്ചു വന്നത് ഇങ്ങോട്ടാണല്ലോ പാർവതി കുഞ്ഞ് വരുന്നതെന്ന് ഓർത്തിട്ടാ. ഞാൻ ആരെ കെട്ടണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. കുഞ്ഞാണോ തീരുമാനിച്ചത്? കുഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണു വീട്ടിലെ പണമല്ലയോ തീരുമാനിച്ചത്? അങ്ങനെ തന്നെ വെച്ചോ. നിനക്കെന്നെ ഈ കാര്യം? എനിക്കെന്നാ കാര്യം? കുഞ്ഞ് പാർവതി കുഞ്ഞിനെ കെട്ടുന്നില്ല എന്നറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, സംസാരിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എടുത്തു. ഞാൻ പോയിക്കോട്ടെ. അപ്പൊ പാർവതി കുഞ്ഞിനെ കെട്ടത്തില്ലല്ലോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എടാ പരമനാറി, ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക് ചോറ് തന്നാണ് ആ വീടും വീട്ടുകാരും. നിന്റെ അമ്മാവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവമാണെങ്കിൽ നീയും നിന്റെ അപ്പനൊക്കെ ചേത്താന്മാരാ. വേറെ ആമ്പിള്ളേർ ഒരുപാടാ എന്റെ പാർവതി കുഞ്ഞിനെ കെട്ടാൻ. പുല്ല്. മോനെ, ആരാ അപ്പുറത്ത്? മോളെ, മുറിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞത് മുറിക്കകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാനല്ല, നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും വേണം. മോൾ ഇങ്ങോട്ട് വന്നാട്ടെ, ഇവിടെ ഇരിക്കെ. വില്ലിഹ വരുത്തിയിടുക ചെയ്തു മുനി, എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവീതെനിക്കിപ്പോൾ. ഇത് എന്നാടുക്കുമായിരുന്നു? അകത്ത് ഇരുന്ന് മൂങ്ങുമായിരുന്നു. എന്തിനാ മൂങ്ങുന്നേ? മൂങ്ങാനിപ്പോ ഇവിടെ എന്തോണ്ടായി? അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നതാ അമ്മ നീട്ടി വായിക്കുന്നേ? എന്നതാ? അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ.
സീതാ സ്വയംവരം വായിച്ചേൽപ്പിക്കായിരുന്നു കെട്ടിച്ചു വിടാൻ പോകുന്ന മോളെ. അതുപോലെ വല്ല ഏർപ്പാട് ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു കാര്യം. കൈമൾ അദ്ദേഹം വലിയൊരു വില്ലുണ്ടാക്കി തിന്നപ്പുറത്ത് വെച്ചിട്ട് ഇതൊടിക്കുന്നവനെ പാർവതി കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന ആ വില്ല് എങ്ങനെയെങ്കിലും അഴിച്ചു പറിച്ച് ഒടിച്ച് തിണ്ണക്കിട്ട് 2 അടി അടിച്ചിട്ട് പാർവതി കുഞ്ഞിനെ കെട്ടിക്കൊണ്ട് അങ്ങ് പോയനെ. പിന്നല്ലാതെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ശൗരി, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരും. അതെ, വിഷമം കാണും. വിഷമിക്കരുത്. കുഞ്ഞിനെ കെട്ടാൻ എവിടെയോ ഒരുത്തിന് ഇരിപ്പുണ്ട്. സമയമാകുമ്പോ അവനിഞ്ഞ് വരും. ഒരു നല്ല ചാപ്പാട് നീണ്ടുപോയല്ലോ എന്നാ എന്റെ വിഷമം. കയറായിരുന്നില്ലേ ബോട്ടെ കൂടെ? നല്ല ചാപ്പാട് കിട്ടുമായിരുന്നല്ലോ. എന്റെ പട്ടിക വേണോ അത്? എച്ചില്ലല്ലോ അത്. അതുപോലാണോ ഇവിടെ നിന്ന് കിട്ടുന്നവരല്ലോ ചോറ്? നീ ഇവിടെ നിന്നാ ഞാൻ പലതൊക്കെ പറഞ്ഞു പോകും. അവസാനം വക്കീലിന്റെ പ്രസംഗം പോലെ ആവും. പോവാ. ശൗരി, സ്വാതന്ത്ര്യം കിട്ടിയോ? കിട്ടിയില്ല, കിട്ടിയേക്കും. എനിക്ക് തോന്നി ഏമാനിവിടെ കാണുമെന്ന്. എന്തായാലും കാരണവരല്ലേ പാപ്പി. നേരിട്ട് വന്ന് വിളിച്ച പോവാതിരിക്കാൻ പറ്റുകയില്ല. എന്നാ പിന്നെ ഇങ്ങ് മാറിയിരുന്നേക്കാവെന്ന് വെച്ചു. അവളെയും സാവിത്രിയെ കാണാൻ ഇത്തിരി വിഷമമുണ്ടെന്നും വെച്ചു. ഇനിയിപ്പോ അതൊന്നും പറയണ്ടേ ഏമാനി. പോയതൊക്കെ പോയി. കുഞ്ഞിന് വേറെ നല്ല ബന്ധം വരും. ആ, അടുത്ത 10-ന് കളത്തി കാലുനാട്ടുണ്ടായ ഏമാനി. വേണം. ഇതിനെല്ലാം കൂടെ ചെലവിന് ഞാൻ ഇവിടെ പോവാനാന്നാ? അതെല്ലാം നേരെയാവും. എല്ലാവരുടെയും ആവശ്യമല്ലേ. ഈ കർപ്പൂരം ഇവിടെയും കൂടെ കത്തിക്കു പാപ്പി. ഈ കളത്തിലെ ശക്തിയാ ആയിരപ്പുറയ്ക്ക് കാവൽ. അമ്മേ ഭഗവതി. എന്നാ കാലുനാട്ടാ എല്ലാം കണ്ടോണ്ടാ ഈ കുരിശിവിടെ വെച്ചത്. മേലാൽ ഇത്തരം ഏർപ്പാടുകളൊന്നും ഇവിടെ വേണ്ട. ഒരു കാരണവശാലും നിങ്ങൾ ഇത് സമ്മതിക്കരുത്. വരുന്നിടത്ത് വെച്ച് കാണാം. വരട്ടെ, നടക്കൂ. വരട്ടണം. വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യണം. അത് പറഞ്ഞാ മതി, ഞങ്ങൾ ഏറ്റു. ആ വാ. ഇന്ന് ആയിരപ്പറയിൽ കാൽനാട്ടല്ലേ, എന്നാ പോവാഞ്ഞേ? ഓ, വീട്ടിൽ നിന്ന് 3 പേര് പോകുന്നുണ്ട്. അത് മതി. അപ്പനും കൈമൾ അദ്ദേഹത്തിനും വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് കാൽനാട്ടും കൈനാട്ടും. എങ്ങോട്ടാ? ഒന്ന് പാലാവരം. ഒരടി മുന്നോട്ട് വെക്കരുത്. എന്നാടാ ഇത്ര ഏർപ്പാടുകളൊന്നും ഇനി ഇവിടെ വേണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. അത് പറയാൻ നീയൊക്കെ ആരാ? ഞങ്ങളായി ഇത്ര താമസിക്കുന്നത്. നീയൊക്കെ എന്നാടാ പൊറിഞ്ഞു തുടങ്ങിയത്? മേടയിലെ പാടമായത്, പാടത്തിന്റെ കളപ്പുരയായത്. പാപ്പി, പാപ്പി, ഇവിടെ എന്താ വേണ്ടെന്ന് ഏമാൻ തീരുമാനിക്കും. പോയിടാ പട്ടികളെ. പാപ്പി വഴക്കുണ്ടാക്കരുത്. പാപ്പി